നമസ്കാരം ഗൈസ്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു വ്യക്തി വിരോധമോ ഒന്നും ഉണ്ടായിട്ടല്ല, എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ, അപ്പം അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കയറിയിരിക്കുന്ന ഞാനിപ്പം ഷിയാസ് ആ പാവയെ കൊണ്ട് എറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ലെറ്റർ ഡു. ഇനിയിപ്പോ അതങ്ങനെ ഒരു താലോലം പോലെ വേണ്ട. അത് പുറത്തും അനുവിന് ആ പാവ പോകുന്ന തന്നെയാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ പാവയെ കൊണ്ടു നടന്നു എന്നുള്ളൊരു ഇത് വേണ്ട. ഓക്കെ, അത് കളഞ്ഞു. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇവിടെ ഇപ്പോഴും ഞാൻ പറയാണ്, ഇനിയിപ്പോ അങ്ങനെ വിചാരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം സീസൺ 5 ഏറ്റവും കൂടുതൽ തഗ് തന്ന ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് നാദിറ തന്നെയാണ്. ഞാനും നാദിറയായിട്ട് സ്റ്റിൽ ഐ എം കീപ്പിംഗ് ഗുഡ് റിലേഷൻഷിപ്പ്. ആൻഡ് അതിനകത്ത് ഞാനും നാദിയും തമ്മിൽ എന്തുണ്ടെങ്കിലും നാദി ആദ്യം ഇങ്ങനെ അഭിപ്രായം ചോദിക്കും. അതങ്ങനല്ലേ ദേവു, ഇത് ഇങ്ങനല്ലേ ദേവു, ഇത് ഇങ്ങനെ സിവിലായിട്ട് എടുക്കട്ടെ ദേവു, അതങ്ങനെയല്ലേ എന്നുള്ള രീതിയിൽ പറയും. പിന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി ഇതായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. തന്നെ അത് പിന്നെയും പാച്ചപ്പ് ആയി. അത്ര വലിയ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു പക്ഷെ എല്ലാവരോടും ആ പാവ ഗെയിം കഴിഞ്ഞിട്ട് എല്ലാവരോടും എന്നെ കൊണ്ട് സോറി പറയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സോറി പറയിപ്പിച്ചേനെ, എന്നെ കൊണ്ട് ഒരു കാര്യമില്ലാതെ എല്ലാവരോടും സോറി പറയിപ്പിച്ചേനെ നാദിയെ ജയിലിലോട്ടൊക്കെ ഇട്ടത്. അപ്പൊ ഏറ്റവും കൂടുതൽ തഗ് അവിടെ ഹോട്ടൽ ടാസ്ക് വന്നപ്പോ രജിത് സാറിനൊക്കെ ഏറ്റവും കൂടുതൽ പഴം എടുക്കട്ടെ സാർ, അല്ലെങ്കിൽ എന്ത് പണിയാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ തഗ്ഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ. അപ്പൊ ഈ സീസണിലും നാദി കയറിയിരുന്നെങ്കിൽ കുറച്ചും കൂടി പവർ ആയേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശോഭയെക്കാളും നന്നായിട്ട് കുറച്ചും കൂടി നാദിക്ക് അവിടെ കണ്ടന്റ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ശ്രദ്ധിച്ചു കേൾക്കുക. അവിടെ ഇപ്പോൾ ഹോട്ടലിലെ ഗസ്റ്റ് ആയിട്ടാണ് ആര് പോയിരിക്കുന്നത്? ഷിയാസും പോയിരിക്കുന്നത്, ശോഭയും പോയിരിക്കുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ പോകുന്നു, ഗസ്റ്റ് ആയിട്ട് പോയിട്ട് നമ്മൾ അവിടെ റൂം എടുക്കുന്നു, നമ്മൾ സ്റ്റേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നു, അങ്ങനെ പലതും ഉണ്ടല്ലേ. അപ്പോ ഒരിക്കലും നമ്മൾ അവിടെ ചെന്നിട്ട് റിസപ്ഷനിലുള്ള ആളെ വിളിച്ചിട്ട് താൻ ഇട്ടിരിക്കുന്ന ഷർട്ടും പാന്റും അല്ലെങ്കിൽ മോളെ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ കോസ്റ്റ്യൂം എടുത്ത് മാറ്റിയിട്ട് ഞാൻ വേറെ കോസ്റ്റ്യൂം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ കോസ്റ്റ്യൂം ഇട്ടിട്ട് വരൂ എന്ന് ഗസ്റ്റ് പറയേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ദാറ്റ്സ് നൺ ഓഫ് ദ ബിസിനസ് ഓഫ് ഗസ്റ്റ് അല്ലെ. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അവർക്ക് പൊളൈറ്റ് ആയിട്ട് പറയാം, നോ ഐ കാണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കാം. ഇത് എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം മനസ്സിലായി എന്നറിയത്തില്ല. എന്നാലും കുറച്ചും കൂടി കണക്ട് ചെയ്ത് ഞാൻ ഇപ്പൊ കറന്റ്ലി ബീബിൽ നടന്ന കാര്യമായിട്ട് പറയാം. അവിടെ ബിഗ് ബോസ് ആണ് അനുവിന് എന്ത് കൊടുത്തത്? ഡോള് കൊടുത്തത്. ഫൈനൽ ഡിസിഷൻ ബിഗ് ബോസിന്റെ തന്നെയാണ്. അപ്പോ ആ വീട്ടില് നമ്മുടെ പാവ ഇരിക്കുന്നതുകൊണ്ട് ബിഗ് ബോസിന് കുഴപ്പമില്ല. അപ്പൊ അനുമോളുടെ റൈറ്റ് ആണ്, അത് അനുമോളുടെ കയ്യിലുള്ളതാണ് ആ പാവ. ഇനിയിപ്പോ ബിഗ് ബോസ് ഷിയാസിനോട് ഇത് പറഞ്ഞിട്ട് കയറ്റി വിട്ടതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതിനെ എടുത്ത് വലിച്ചെറിഞ്ഞു. അത് ഒരു ഗസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല അല്ലെ. ഗസ്റ്റിന് ആ പാവയെ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ സംസാരിക്കാം, റിയാക്ട് ചെയ്യാം. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗസ്റ്റ് വന്ന് റൂൾ ചെയ്യുമ്പോൾ ഓ തമ്പ്ര എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ അങ്ങനെ ഒരു പഞ്ചപുച്ഛം അടക്കി അല്ലെങ്കിൽ ഗസ്റ്റ് ഇരിക്കാൻ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടു. ഒരു പഴംപിഴിഞ്ഞികളെ പോലത്തെ ഒരു സംഭവങ്ങൾ ഞാൻ കണ്ടു. അതേപോലെ തന്നെ കണ്ണടച്ചു കിടക്കണ ഞാൻ കണ്ടു. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, എന്തിനും ഏതിനും റിയാക്ട് ചെയ്യുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നപ്പോ നിങ്ങളുടെ കളി കണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല അങ്ങനെ പോയ അനീഷ് എന്താണ് ഇപ്പൊ അവിടെ കാണിക്കുന്നത്? ശോഭ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശോഭ എന്നിട്ട് ലാലേട്ടന്റെ ഡയലോഗ്, ഒരു ആളിൽ സ്ത്രീയും പുരുഷനും ഉണ്ടാ. അത് ആ ഒരു സംഭവം ഓക്കെ, സ്ത്രീയും പുരുഷനും ഉണ്ടെന്നുള്ള കാര്യവും ആ ലാലേട്ടന്റെ ആഡൊക്കെ വളരെ മനോഹരമായിരുന്നു. പക്ഷെ അത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക, എന്ത് ഭംഗിയാണ്, എന്ത് സുന്ദരിയാണ് കാണാന്നുള്ള പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ പറയാ. അപ്പൊ ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണ്? അപ്പൊ അവിടെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ കൈ വെച്ച് കറങ്ങുമ്പോ ഒന്നും അനീഷിന്റെ ഉള്ളിൽ ആ ഒരു ഷാനവാസിനോട് പറയണ്ടല്ലോ ഫ്രണ്ട് ആവാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ സ്റ്റബേനായിട്ട് നിന്നിരുന്ന അനീഷ് എന്റെ ഈ സാധനം എനിക്ക് പറ്റില്ല, സോറി ഇത് എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇവൻ പണിഷ്മെന്റ് വാങ്ങിക്കണമെങ്കിൽ പണിഷ്മെന്റ് വാങ്ങിച്ചോ. സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ ക്യാരക്ടറിന് മേലെ അല്ലെങ്കിൽ പറ്റാത്ത പാന്റ് ഇടേണ്ട കാര്യം എന്താണുള്ളത്? അവിടെ അത് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞുകൂടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ആക്ച്വലി ഗസ്റ്റ് ആയിട്ട് ചെല്ലുമ്പോൾ ഗസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗസ്റ്റ് ഒരു ബൗണ്ടറിക്ക് അപ്പുറം കയറി കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് ബിഗ് ബോസ് ഹൗസിലുള്ള ഹൗസ് മേറ്റ്സിന് സംസാരിക്കാം. അതുപോലത്തെ സംഭവങ്ങൾ സീസൺ 5 കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അവിടെ റിയാക്ട് ചെയ്ത ആളുകൾ ഉണ്ട്. ഓക്കെ, അപ്പോ അത് എനിക്കൊരു അത്ര ഒരു സംഭവമായിട്ട് എനിക്കത് കലങ്ങിയില്ല. ആ ഒരു അനീഷിനെ ചെയ്ത കാര്യങ്ങളും ഒന്നും എനിക്കത് അത്ര ഡൈജസ്റ്റ് ആയില്ല. കാരണം അതിലെ നോറോട് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നു, ലക്ഷ്മിയെ ഫയർ ചെയ്യുന്നു. ഓഫ് കോഴ്സ് ഇവരിത് പുറത്തെ സംഭവം കണ്ടിട്ടാണ് പുഷ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട്, കുറച്ചുകൂടി ഭംഗിയായിട്ട്, കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ ടാസ്ക് അപ്ലൈ ചെയ്യായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്ക്
എന്തൊക്കെയോ അത് ഷിയാസ് അവിടെ ആ ഡോളിനെ എടുത്ത് കളഞ്ഞതിൽ അനുവായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അനുവായിട്ടുള്ള ഒരു നീ മര്യാദയ്ക്ക് കളിക്ക് എന്ന് പറയേണ്ട കാര്യം ഇല്ല. കാരണം എന്ന് വെച്ചാൽ അത് അവിടെ ചെന്നിരിക്കുന്ന ഷിയാസിന്റെ റോള് ഗസ്റ്റ് ആണ്. അപ്പൊ ഗസ്റ്റ് ആയിട്ട് നിന്നിട്ട് അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് കളി മാറ്റി കളിക്കുന്ന ഒരു ഗസ്റ്റിന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഞാൻ ആലോചിച്ച് കഴിയുമ്പോൾ ഐ ഫീൽ ലൈക്ക് യുനോ ഇതൊരു ഗസ്റ്റ് ചെയ്യണം. ചിലപ്പോ എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ലാലേട്ടൻ വരുമ്പോ ചോദിക്കണം, ഷിയാസ് ആരോട് ചോദിച്ചിട്ടാണ്, ഷിയാസ് എന്ത് കണ്ടിട്ടാണ് ആ ഡോൾ എടുത്ത് ബിഗ് ബോസ് കൊടുത്ത ഡോൾ എടുത്ത് കളഞ്ഞത്, എന്ത് കണ്ടിട്ടാന്ന് ചോദിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, ഇനി ഡോൾ വെച്ച് കളിക്കണം എന്നുള്ളൊരു പേര് ഇത് കാരണം അനുവിന് മാറി കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ എന്താ പറയാ, ഉപദേശിക്കാനും മോട്ടിവേഷൻ കൊടുക്കാനും ഗെയിം നന്നായിട്ട് കളിക്കും എന്ന് പറയാനാണോ ഗസ്റ്റിനെ കയറ്റി വിട്ടത്?